നല്ല ചൂടുള്ളൊരു ദിവസം തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി കാടുകളും അതുവഴി ചൊക്കന എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലവുമെല്ലാം അടങ്ങിയൊരു ചെറിയൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ദിവസത്തേത്. അപ്പോൾ ഈ കാണുന്നതാണ് ചിമ്മിനി കാടുകളിലേക്ക് പോകുന്ന വഴി. രണ്ട് സൈഡും നല്ല പച്ചപ്പാണ്. കണ്ടു കഴിഞ്ഞാൽ വേനൽക്കമലമാണെന്നൊന്നും തോന്നില്ല. ഇത് ചിമ്മിനി കാടുകളിൽ കാണപ്പെടുന്ന എല്ലാ ജീവികളെയും പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ്. ഇത് ചിമ്മിനി ഡാമിൻ്റെ ആ ഒരു ഭാഗത്തോട് ചേർന്നിട്ടുള്ളൊരു സ്പോട്ടാണ്. അതുപോലെ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഫസ്റ്റ് നമ്മൾ ചിമ്മിനി കാടുകളിലേക്ക് കയറുമ്പോൾ തന്നെ പാസ് എടുക്കണം. അവിടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം, ആളുകളുടെ എണ്ണം കൊടുക്കണം. അതിന് ശേഷം ഈ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇതാണ് ചിമ്മിനിയിലെ ഡാം റിസർവോയർ. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ശരിക്കും മഴക്കാലമാണെങ്കിൽ ഈ കാണുന്ന സ്റ്റെപ്പ് വരെ വെള്ളം നിറയും. ഇവിടെ ഒരു അടിപൊളി ഒരു ആക്ടിവിറ്റി ഉണ്ട്, ടർട്ടിൽ ബോട്ട് റൈഡ്. അതായത് കൊട്ടവഞ്ചിയിൽ ഒരു സാഹസികമായൊരു യാത്ര കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതേപോലെ സ്നാക്സ് എല്ലാം കഴിക്കാനായിട്ട്, ചായ കുടിക്കാൻ, ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ കാണുന്ന ചെറിയൊരു പുഴയിലിറങ്ങിയിട്ട് കൊട്ടവഞ്ചിയിൽ സാഹസികമായിട്ടുള്ള നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വെയിലിൻ്റെ എഫക്റ്റ് ഒന്നും അറിയില്ല, നല്ല തണലുണ്ട്. ഈ കാണുന്ന മറുകരയിൽ ഏത് സമയവും ആന, മാൻ, അതേപോലെ മ്ലാവ്, കാട്ടുപോത്ത് ഇതെല്ലാം ഇറങ്ങി വരുന്നൊരു സമയം കൂടിയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. കൂടുതലും ഒരു ഉച്ചയ്ക്ക് ശേഷം, ഒരു 3 മണിക്ക് ശേഷമാണ് മൃഗങ്ങളെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ അത് രാവിലെ വരണം. സോ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത ശേഷം ബോട്ട് റൈഡിന് വേണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 11 പേരുണ്ടായിരുന്നു. സോ ഒരു കൊട്ടവഞ്ചിക്ക് 400 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഞങ്ങളങ്ങനെ 3 എണ്ണമാണ് എടുത്തത്. അപ്പോൾ 1200 രൂപയായി. ഈ ബോട്ട് ഓടിക്കുന്നതിന് ഓരോ ചേട്ടന്മാർ വീതമുണ്ട്. അവരാണ് വളരെ സേഫായിട്ട് നമ്മളെ ഈ ഒരു തടാകത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അവർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. ഇവർ പറയുന്നത് പോലെ നമ്മൾ കാര്യങ്ങളെല്ലാം അനുസരിക്കണം. ഞങ്ങൾ ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങി. അവിടെ നിന്ന് കാണുമ്പോൾ വളരെ അടുത്തായിട്ട് തോന്നുമെങ്കിലും നടക്കുമ്പോൾ ഒരു 1/4 കിലോമീറ്ററിൽ കൂടുതൽ ഇങ്ങോട്ട് ഇറങ്ങി വരാനുണ്ട്. കാരണം വെള്ളം കുറച്ച് കുറവാണ്. എന്നാലും ആഴം ഇല്ലെന്ന് വിചാരിക്കരുത്, നല്ല ആഴമുണ്ട്. 2 ആൾ വരെ മുങ്ങിപ്പോകാവുന്ന തരത്തിലുള്ള ആഴമുണ്ട്. ഇതിൻ്റെ വടക്കുവശത്ത് കാണുന്ന ഈ മല അല്ലെങ്കിൽ ഈ കാടുകൾ എന്ന് പറയുന്നത് പീച്ചി വനമേഖലയാണ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പീച്ചി കാടുകളിലേക്ക്. എന്നാൽ റോഡ് വഴി പോവുകയാണെങ്കിൽ അത് തന്നെ ഒരു 10-20 കിലോമീറ്ററോളം ചുരുങ്ങിയത് വരും. ഇതാണ് അവിടുത്തെ ടിക്കറ്റ്. അപ്പോൾ 400 രൂപയാണ് ടിക്കറ്റിന് വന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന മലനിരകൾക്കപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ ഫോറസ്റ്റാണ്. അതുപോലെ ഒരു ഭാഗത്ത് നെല്ലിയാമ്പതി, പറമ്പിക്കുളം ഭാഗം വരുന്നു. സോ 3 സൈഡിലും കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഈ ചിമ്മിനി ഡാം എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെയും പുലി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ വളരെ അധികം സാന്നിധ്യമുണ്ട്. വൈകിട്ട് 4 മണിക്ക് ശേഷം ഇവിടെയുള്ള പ്ലാന്റേഷൻ ഏരിയകളിലെല്ലാം ഒരുപാട് കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നതാണ്. അപ്പം ഞങ്ങൾ ഓരോരുത്തരായി ലൈഫ് ജാക്കറ്റ് എല്ലാം ധരിച്ച ശേഷം ഇറങ്ങിത്തുടങ്ങി. 3 ബോട്ടുകളാണുള്ളത്. അരമണിക്കൂറാണ് യാത്രാ സമയം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു യാത്ര എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഓരോരുത്തരായി കയറി തുടങ്ങി. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മൾ ആ സമയം പോകുന്നത് അറിയില്ല. വളരെ സേഫാണ്. അതേപോലെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയാണ്. നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ, നമ്മളൊട്ടും പേടിക്കാതെ തന്നെയാണ് അവർ നല്ല സേഫായിട്ട് തുഴഞ്ഞു കൊണ്ടുപോകുന്നത്. ഇവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഒരു ഗൈഡ് കൂടിയാണ്. ഇവർ ഇവിടെയുള്ള മൃഗങ്ങളെ പറ്റിയും ഇവിടുത്തെ ടൂറിസ്റ്റെ പറ്റിയും ക്ലൈമറ്റിനെ പറ്റിയും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതേപോലെ നമുക്കിവിടെ ഇരുന്ന് ഈ ഒരു കൊട്ടവഞ്ചിയിൽ ഇരുന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. സേഫാണ്. ഈ കാണുന്നതാണ് പുഴ. നല്ല ആഴമുണ്ട്. ആരും സാഹസികതയ്ക്കൊന്നും മുതിരരുത്, അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വെയിലുള്ളത് കൊണ്ട് തന്നെ കുട, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി ഇതെല്ലാം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ബോട്ടിൽ കയറുന്ന സമയത്താണെങ്കിൽ തൊപ്പിയോ കൂളിംഗ് ഗ്ലാസ്സോ ആയിരിക്കും വെയിൽ കാലത്താണെങ്കിൽ നല്ലത്. മഴക്കാലത്ത് ഇവിടെ ഏറുമാടത്തിലുള്ള സ്റ്റേ ഉണ്ട്, അതുപോലെ ഒരു ട്രക്കിംഗ് ഉണ്ട്. വെള്ളത്തിൻ്റെ ലെവൽ ഉയരുമ്പോൾ ഇവിടുന്ന് ബോട്ടിന് കൊണ്ടുപോയിട്ട് അപ്പുറത്തുള്ള കാട്ടിൽ എവിടെയുമാണ് ഇവർ ഏറുമാടത്തിൽ നമ്മൾ താമസിപ്പിക്കുന്നത്. അത് വിത്ത് ഫുഡെല്ലാം അടങ്ങുന്നൊരു പാക്കേജാണ്. ചിമ്മിനി വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഓൺലൈനായിട്ട് അത് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അത് മാത്രമല്ല ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ചൊക്കന എന്ന് പറയുന്നൊരു സ്ഥലവും വരുന്നത്.
അപ്പോൾ ഞങ്ങൾ അരമണിക്കൂറത്തെ ബോട്ട് റൈഡ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങി. ഇറങ്ങിയ ശേഷം ആ ലൈഫ് ജാക്കറ്റ് നല്ല സേഫായിട്ട് തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഇറങ്ങുമ്പോൾ ഓരോരുത്തരായിട്ട് മാത്രം ഇറങ്ങുക, അല്ലെങ്കിൽ ആ ബോട്ട് പിന്നിലേക്ക് തള്ളിപ്പോവാനും ഇറങ്ങുന്ന ആൾ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. സോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ബോട്ട് റൈഡായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര ചെയ്യുന്നത്. പെഡൽ ബോട്ടിലെല്ലാം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കൊട്ടവഞ്ചി സവാരി നടത്തുന്നത് ആദ്യമായിട്ടായിരുന്നു. സോ ഒരു അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു തിരിച്ച് വന്നു. നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ പോയത് ഒരു കാട്ടരുവിയിലേക്കാണ്. ഒരു ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഒരു അരുവി തേടി പിടിച്ച് കണ്ടെത്തി. കാടിനുള്ളിലാണ്, കണ്ടാൽ തന്നെ അറിയാം. അത്യാവശ്യം ഒഴുക്കുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ലെവൽ കുറച്ച് കുറവാണ്. സോ എല്ലാവർക്കും സേഫായിട്ട് ഇറങ്ങാൻ പറ്റും. ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ ഇതിനകത്ത് ചിലവഴിച്ചു. കാട്ടാനിറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് സേഫായിരിക്കണം. ലോക്കൽ ആളുകളോടൊക്കെ സംസാരിച്ചതിന് ശേഷം സേഫാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത്. വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ചൊക്കനയിലേക്ക് പോയി. ചൊക്കനയിൽ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. കുറച്ച് പേടി തോന്നുമെങ്കിലും സേഫാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രായം കൂടിയവർ കയറാതിരിക്കുന്നതാണ് നല്ലത്. പേടിയുള്ളവരും ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു കൂടുതലും റബ്ബർ പ്ലാന്റേഷൻ ഏരിയയാണ്. ഈ ചിമ്മിനി ഡാമിൽ നിന്നുള്ള അവിടെ നിന്ന് തന്നെയുള്ള വെള്ളം ഇങ്ങോട്ട് പല വഴികളിലായി ഒഴുകിയെത്തുന്നുണ്ട്. അത്